പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ ഒരു മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിന് സാക്ഷിയാകാൻ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി പറയുന്നു. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാനിന്ന് ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. ഇന്നിപ്പോൾ 1 വർഷം തികയാണ്. അപ്പോൾ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സായിരുന്നു. പക്ഷെ 18 വർഷമായിട്ട് ഞാൻ ജോലിയില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ മക്കളെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജോലിയെന്ന ഒരു സ്വപ്നം ഉപേക്ഷിച്ചിരുന്ന വ്യക്തിയാണ്. അവസാനം മക്കളൊക്കെ വലുതായപ്പോൾ അവർ തന്നെ ചോദിക്കാൻ തുടങ്ങി, അമ്മ എന്താ ജോലിക്ക് പോകാത്തത്? അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു വിഷമമായിരുന്നു. അതുപോലെ ജോലിക്ക് പോണവരെ കാണുമ്പോഴും നമ്മളൊരു പരാജിതയായ ഒരു നഴ്സാണല്ലോ എന്നുള്ളൊരു വിഷമം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നതിന് മുന്നേ ഡയാലിസിസ് യൂണിറ്റ് അങ്കമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു നഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. അപ്പോൾ എനിക്ക് ഡയാലിസിസ് ആയിരുന്നു ഞാൻ ചെയ്ത സമയത്ത് എക്സ്പീരിയൻസ്. ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും ഗ്യാപ്പുണ്ട്, പിന്നെ പ്രായം ഒക്കെ ഒരു പ്രശ്നം. അപ്പോൾ അവരന്ന് എന്നെ എടുത്തില്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞ ശേഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ ഞാൻ അവസാനത്തെ നിയോഗമായിട്ടാണ് വച്ചത്, എനിക്കൊരു സ്ഥിരമായൊരു ജോലി കിട്ടണമെന്നൊരാഗ്രഹമുണ്ട് എന്ന് ഞാൻ വച്ചത്. അപ്പം എന്നാലും എനിക്ക് വിശ്വാസമില്ല. കാരണം ഇത്രയും ഗ്യാപ്പും കാര്യങ്ങളല്ലേ. ഡയാലിസിസ് ആകുമ്പോൾ പ്രത്യേകിച്ച് മെഷീനറീസും ടെക്നോളജിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അതിനുശേഷം ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വന്നേക്കാം, ജോബി നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതല്ലേ, നിനക്ക് താല്പര്യമുണ്ടോ ജോലിക്ക് വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് താല്പര്യമുണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരമുള്ളൂ ഹോസ്പിറ്റല്. അപ്പം ഞാൻ എന്നിട്ട് പോയി പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നു. പോയപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപവും ഉപ്പും എല്ലാം ഉണ്ടായിരുന്നു. കാരണം മാതാവ് കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസം. എന്നിട്ട് മെഡിക്കൽ സൂപ്രണ്ടൻറ്റിൻ്റെ റൂമിൽ ഇൻ്റർവ്യൂവിന് കയറിയപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഉപ്പ് വിതറുകയും കാശ് രൂപ എൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ആലോചിക്കട്ടെ, ജോബി പുറത്തിരിക്കുന്നു പറഞ്ഞു. ഞാൻ പോയി പുറത്തിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവെ കൈവിടല്ലേ എന്ന്. എന്നിട്ട് അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോബി ഒരു കാര്യം ചെയ്യും, നാളെ തുടങ്ങി നീ 4 ദിവസം വാ, നിന്നെ ഞങ്ങളൊന്ന് വാച്ച് ചെയ്യട്ടെ, നിനക്കത് പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ശരിയെന്ന് ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം തുടങ്ങി ഒരു 4 ദിവസം അവരെന്നെ കാഷ്വാലിറ്റി, ഡയാലിസിസ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എന്നെ അവർ ജോലിക്ക് ഇട്ടു. കാരണം നമുക്ക് ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയണമല്ലോ. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപ എൻ്റെ കൈ കരുതി എല്ലാം നമുക്ക് എന്തോ വലിയൊരു ആത്മവിശ്വാസം മാതാവ് എനിക്ക് തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ 4 ദിവസം കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ പറയാം, ജോബി പൊക്കോ, ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് അവിടെ നിന്ന് കോള് വന്നേക്കാം, ജോബി നീ പോരെ, നീ സെലക്റ്റഡാണ്, നീ യൂണിഫോം തയ്ച്ചോ. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവമേ സാധിക്കുമോ എന്നുള്ളൊരിതെങ്കിലും മാതാവ് എനിക്ക് അത് സാധിച്ചു തന്നു. ഇന്ന് 7 മാസമായിട്ട് ഗവൺമെൻറ് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് യൂണിറ്റിൽ ഒരു നേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്യാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ അനുഗ്രഹം. പിന്നെ അത് തന്നെയല്ല എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡയാലിസിസിൽ വരുന്ന നിങ്ങൾക്കറിയാം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒത്തിരി രോഗികൾ പൈസയ്ക്കാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട്, ഡയാലിസിസിന് വരുന്നവർക്കായാൽ പോലും. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളാ കഴിയുന്ന സാമ്പത്തിക സഹായം അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു ആത്മവിശ്വാസം, അതാണ് അവർക്ക് ഏറ്റവും ആവശ്യം. കാരണം അവർ വളരെ ഡിപ്രസ്ഡാണ് ആ രോഗികൾ. കാരണം അവരുടെ ജീവിതം മുഴുവൻ ഒരു ഡയാലിസിസിലോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിലോ ഒതുങ്ങുന്ന രോഗികളാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായ മാനസികവും എല്ലാ സപ്പോർട്ടുകളും മീൻസ് മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. പുറത്തുള്ള മീൻസ് ഡയാലിസിസിലല്ലാതെ പുറത്തുള്ള രോഗികൾക്കായാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ എല്ലാ മാസവും ഞാനിവിടെ വന്ന് കൃപാസന പത്രം മേടിച്ച് വീടുകളിൽ കൊടുക്കുകയും ചെല്ലുന്ന വീടുകളിലൊക്കെ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ പറയുകയും ചെയ്യാറുണ്ട്. അവരൊക്കെ കൃപാസനത്തിന് വരാൻ പ്രേരിപ്പിക്കുകയും അവരൊക്കെ വരികയും ചെയ്യാറുണ്ട്. അത് ഉടമ്പടി നിറച്ച വസ്തുക്കളും ഞാൻ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ദിവ്യബലി പങ്കെടുക്കും.
കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ വചനം വായിക്കാറുണ്ട്. എല്ലാ ദിവസവും ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്ന പ്രോഗ്രാം കാണാറുണ്ട്. അതുപോലെ ഉടമ്പടി ധ്യാനത്തിലും അന്നത്തെ ദിവസം പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ഞാനത് പങ്കെടുക്കാറുണ്ട്. പിന്നെ അതുപോലെ ഉടമ്പടി നിറച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലം എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം കൃഷിയിടങ്ങളിൽ എല്ലാവരും പറയും നിങ്ങളുടെ വിള ഏറ്റവും മോശമായിരുന്നെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ആ വിള ലഭിക്കുന്ന സമയത്ത് എല്ലാവരേക്കാളും ഏറ്റവും നല്ല വിളകൾ നൽകി കർത്താവും ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 84:11. ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്, അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. ജോബി ജോൺസൺ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ഒരു ദൈവാനുഭവത്തെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സമർപ്പിക്കുകയാണ്. മകളെ ഇത് നിയോഗം സമർപ്പിച്ച് പോയി കഴിയുമ്പോൾ മകൾ കാണുന്നുണ്ട്, വീണ്ടും ആ ഡയാലിസിസ് യൂണിറ്റിന് വേണ്ടി ചെന്ന് അവിടെയുള്ള നേഴ്സിംഗ് പോസ്റ്റിന് വേണ്ടി ചോദിക്കുമ്പോൾ മറ്റു പലരും അപേക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും മകളോട് ഒരു താല്പര്യം തോന്നുകയും മകളെ 4 ദിവസം ഒന്ന് വന്ന് കാര്യങ്ങൾ ചെയ്തു നോക്കുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് അമ്മ ഒരുക്കിത്തരുന്ന വഴികളാണ്. വേണമെങ്കിൽ വെറുതെ നിരസിക്കാം, അല്ലെങ്കിൽ വെറുതെ എടുത്തു വയ്ക്കാം. ഇത് രണ്ടുമല്ലാതെ ഇത്രയും വർഷത്തെ ഗ്യാപ്പുള്ളൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് എന്ന് അവർക്കൊരു കരുണ തോന്നുന്നു. ആ ഒരു സ്നേഹവും കരുണയും മകൾക്കവിടെ ഒരു വഴി തുറക്കുന്ന അവസരമായി മാറുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ജോലി കിട്ടുവാൻ യാതൊരു സാധ്യതയും എനിക്കില്ലാതിരുന്നിട്ടും, ഏറെ വർഷത്തെ ഗ്യാപ്പ് എനിക്കുണ്ടായിരുന്നിട്ടും, എന്നേലും പ്രാപ്തിയുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒത്തിരി പേർ അവിടെ അപേക്ഷിച്ചിരുന്നിട്ടും എൻ്റെ അമ്മ മാതാവ് എന്നെ ആ ആഗ്രഹിച്ച തൊഴിലിലേക്ക് ചേർത്ത് നിർത്തുകയും അവിടെ എനിക്ക് ജോലി നൽകി, സ്ഥിരപ്പെടുത്തി നൽകി എന്നെ സഹായിക്കുകയും ചെയ്തുവെന്ന പ്രിയമുള്ളവരെ, അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മൾ ഒരു നിയോഗം കൊടുക്കുമ്പോൾ ആ നിയോഗത്തെ അമ്മ ഏറ്റെടുക്കുന്നത് നമ്മളെങ്ങനെ അമ്മയോട്, തിരുക്കുമാരനോട് വിശ്വസ്തത പുലർത്തും എന്നതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് ഉടമ്പടി എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ജീവിതത്തിൻ്റെ ഒരു സമർപ്പണം ആവശ്യപ്പെടുന്നുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ സദാ സന്നദ്ധനാണ്. പക്ഷെ ഉടമ്പടിയിൽ നമ്മൾ ജീവിതം കൊണ്ട് ദൈവത്തോട് ഞാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ പ്രിയ മകനായി മകളായി ഈ ലോകത്തിൽ ജീവിക്കുമെന്ന് ഈശോയെ ബോധ്യപ്പെടുത്തുക, അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് അതിന് ഉറപ്പ് കൊടുക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളതാണ് ഉടമ്പടിയുടെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിലൂടെ, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ, സുവിശേഷ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും വിശ്വാസത്തെ കൈമാറ്റം ചെയ്യുന്നതിലൂടെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മകൾ പറഞ്ഞു, ഗവൺമെൻറ് ആശുപത്രിയിലാണെങ്കിൽ കൂടിയും വരുന്ന രോഗികളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ അവളും ഭർത്താവും എപ്പോഴും സഹായിക്കുമായിരുന്നു. അവർക്കൊരു ആത്മധൈര്യം പകർന്നു കൊടുക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. നേഴ്സിന് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയോ ഒരു കാനൽ കുത്തിയിട്ടിട്ട് പോവുകയോ അല്ല, മറിച്ച് അല്പം കൂടി ഒരു ദൈവമുഖമുള്ള വ്യക്തിയായി ഏർപ്പെടുന്ന ജോലികളിൽ തന്നെ ഗുണകരമാക്കി മാറ്റുവാൻ മകൾക്ക് സാധിച്ചു എന്നതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. നാം ജീവിക്കുന്ന ഏതൊരിടത്തിലും നമ്മൾ ഉടമ്പടിയിലാകുമ്പോൾ നാം ജീവിക്കുന്ന രീതിക്ക്, ചെയ്യുന്ന പ്രവൃത്തിക്ക്, മറ്റുള്ളവരോട് ഇടപെടുന്ന രീതികൾക്ക് ഒക്കെ വ്യത്യാസമുണ്ടാവും. അവിടെ മറ്റുള്ളവർ ഒരു ദൈവമുഖം നമ്മളിൽ അനുഭവിക്കുവാനാവും. ഒരു ശാന്തത, ഒരു സ്നേഹം, ഒരു എളിമ, അല്പം കൂടി നല്ലത് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ഉത്സാഹം, അത് നമ്മളിൽ നിന്ന് മറ്റുള്ളവർ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കും. അതാണ് ഉടമ്പടിയുടെ മെറിറ്റും. കാരണം അമ്മ മാതാവ് എങ്ങനെയാണോ ലോകത്തിൽ ജീവിക്കുകയും തിരുക്കുമാരനെ ലോകത്തിന് സമർപ്പിക്കുകയും ചെയ്തത്, അമ്മയുടെ അതേ മനസ്സ്, അമ്മയുടെ എളിമയുള്ള മനസ്സ്, സംയമനത്തിൻ്റെ മനസ്സ്, ഉത്സാഹത്തിൻ്റെ മനസ്സ്, അത് നമ്മളിലൂടെ ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, മരിയൻ ഉടമ്പടി ജീവിക്കുക എളുപ്പമാണ് മാതാവിനെ കണ്ടുകൊണ്ട് ജീവിക്കുമെങ്കിൽ.
മാതാവിനെ കണ്ടുകൊണ്ട് ജീവിക്കുമെങ്കിൽ മരിയൻ ഉടമ്പടി ജീവിക്കുക എളുപ്പമാണ്. ആരോടും വേദനിപ്പിക്കുന്നവരോട് പോലും ഒട്ടും കലഹമില്ലാതെ ദൈവത്തിന് ഓരോന്നും കൊടുത്തുകൊണ്ട് ക്ഷമിക്കുകയും പ്രത്യാശ മാത്രം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും ദോഷകരമായ സാഹചര്യത്തിലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തതാണ് മറിയത്തിൻ്റെ രീതിശാസ്ത്രം. ആ അമ്മയുടെ രീതിശാസ്ത്രമാണ് നമ്മളോട് ജീവിക്കുവാൻ പറയുന്നത്. അവൾക്ക് പിറക്കുവാനൊരിടമില്ലാതെ അവളിങ്ങനെ നിറവയറുമായി നടക്കുമ്പോഴും ആരെയും കുറ്റപ്പെടുത്തത്തില്ല. അവൾ വല്ലാതെ ആ പൊടിക്കുഞ്ഞിനെ ആ തണുപ്പത്ത് പ്രവാസത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തത്തില്ല. എൻ്റെ ജീവിതത്തിൽ വേദനകൾ ഏറ്റിത്തരുന്നവരോട് പോലും ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ജീവിതം നയിക്കുമെന്ന് തീരുമാനമെടുത്ത വ്യക്തിയുടെ പേരാണ് മറിയം. ആ അമ്മയുടെ മാതൃകയിലും സ്നേഹത്തിലുമാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ എങ്ങനെ ജീവിച്ചുവോ ആ ജീവിതത്തിലേക്ക് ആഴപ്പെടുവാൻ വേണ്ടി ഉടമ്പടിയിൽ നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ നമുക്ക് തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നന്മകൾ ഒന്നൊന്നായി നേടുവാനാവുന്നത്, കരങ്ങളിലേക്ക് വന്നു ചേരുന്നത് അനുഭവിക്കുവാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.